ഒരു വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. പല ആൾക്കാരുടെയും ധാരണയാണ് നമ്മൾ ഓരോ വർഷവും കമ്പനികൾ പുതുത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഒരു കമ്പനിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുക. നമ്മൾ ഓരോ വർഷവും നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, മാർച്ച് മാസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംബന്ധിച്ച് ഏതൊരു അക്കൗണ്ടന്റ്മാർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആ മന്തിലാണ് നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക, അതായത് ഫൈനലൈസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് കടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈനലൈസേഷൻ ചെയ്യാൻ അറിയോ? അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പുകളൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ട്സ് ഒക്കെ ഫൈനലൈസ് ചെയ്ത് കറക്റ്റായി എല്ലാം വെരിഫൈ ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം നമ്മൾ പാസ് ചെയ്ത് വെക്കണം. അതായത് ഈ വർഷത്തെ കണക്കുകളെല്ലാം നമ്മളുടെ ബുക്കിൽ വന്നിരിക്കണം. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക. ഞാനൊരു 6 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മാർച്ച് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോകളുടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടക്കുക എന്നുള്ളത്. അതേപോലെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആൾക്കാരെ എനിക്ക് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyama's-tallyclass@gmail.com ആണ് കേട്ടോ. ഞാനൊരു 6 വർഷത്തോളമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നല്ല രീതിയിലേക്ക് എനിക്ക് കുട്ടികൾ വരാറുണ്ട്. നമുക്ക് ബേസിക് ടു അഡ്വാൻസ് ലെവലാണ് നമ്മൾ പഠിപ്പിക്കുക. അതേപോലെ ഈ ക്ലാസ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ടൈം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ആ ഒരു വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ആ വർഷത്തെ എക്സ്പെൻസുകളായിക്കോട്ടെ, ഇൻകം ആയിക്കോട്ടെ, അതെല്ലാം ആ മാസം തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്നാണ് പറയുക. അതേപോലെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഇപ്പോൾ April 25 to 31 മാർച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ April 1 തീയതി ആകുമ്പോൾ നമ്മൾ ഈ ഒരു പീരീഡാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. ഈ ഒരു സെയിം കമ്പനിയിൽ തന്നെയാണ് നമ്മൾ വർഷങ്ങളായി കഴിഞ്ഞാലും നമ്മൾ ഡാറ്റകൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ എൻട്രീസും നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. എല്ലാ എൻട്രീസും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒരു ബാക്കപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ അടുത്ത വർഷത്തേക്കുള്ള ഡാറ്റകൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾക്ക് ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും വിചാരിക്കുക. നമ്മൾ ഡാറ്റകളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അതായത് ഡാറ്റ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ അടിക്കാൻ നോക്കാം. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ്, അതായത് നമ്മളിപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്, നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt F2 പ്രസ് ചെയ്താൽ മതി. ഇവിടെയാണ് നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് കടക്കേണ്ടത്. ഇവിടെ നമുക്ക് കൊടുക്കാം 1/4/2026 to 31/3/2027. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറുടെ 26 to 31 മാർച്ച് 27 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾക്ക് കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അതായത് കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളതും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം കിട്ടാനുള്ളതും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പ്രോഫിറ്റ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു വർഷമാണ് സാധാരണ, ചില ഫേമുകളിൽ മന്ത് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ സാധാരണ നോർമലി എല്ലാ ഫേമുകളിലും ഒരു വർഷം ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് കൊടുക്കാനുള്ള ബാലൻസുകളൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കും. അതായത് നമ്മളിവിടെ വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മളൊരു പാർട്ടിക്ക് പേയ്മെൻ്റ് ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് പാർട്ടിയാണെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ബാലൻസ് ആണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ബിനു എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനുവിൻ്റെ കയ്യിലുള്ള ബാലൻസ് ഇവിടെ കാണിക്കും. ബിനുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് അപ്പോൾ റെസിപ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഓപ്പണിംഗ് ആയിട്ട് വരും. അപ്പോൾ പല ആൾക്കാരും ധാരണ നമ്മൾ ഇതിനെല്ലാം ഓപ്പണിംഗ് ബാലൻസ് ഇട്ട് കൊടുക്കണം എന്നാണ്. എനിക്ക് 2 ദിവസം മുമ്പ് കൂടി ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓൺലൈൻ സ്റ്റുഡൻറ്റ് തന്നെയാണ് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളെല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് വരും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.